ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കണ്ടീഷണറാണ്. ഓക്കെ, ഹെയർ ഗ്രോത്തിന് വേണ്ടിയുള്ള ഒരു ഹെയർ കണ്ടീഷണറാണ്. ഇത് നമ്മൾ കഴുകി കളയണം. പേരട്ടി നമ്മൾ കുറച്ച് നേരം നമ്മുടെ മുടിയിൽ അതിനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് കഴുകി കളയുന്ന രീതിയിലുള്ള ഹെയർ കണ്ടീഷണറാണ്. പക്ഷെ മുടിക്ക് എക്സലൻറ്റ് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അതിനുവേണ്ടി വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ക്ലോവ്സ്, നമ്മുടെ ഗ്രാമ്പു. ഇത് എക്സലൻറ്റ് ബെനിഫിറ്റാണ് നമ്മുടെ മുടിക്ക് നൽകുന്നത്. അപ്പം ഇത് നമ്മുടെ മുടിയിൽ ഒരു ഹെയർ കണ്ടീഷണറായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, നമ്മുടെ ഹെയർ ഫാളിങ് തടയും, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ മുടിക്കുണ്ടാവും. അപ്പം നമുക്ക് ഇതിന് 2 സ്പൂൺ നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ. ഈ ഒരു സ്പൂണിന് നമ്മൾ ഉലുവ, ഫെനിഗ്രീക്ക് ഇതും കൂടെ ആഡ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പൊടിക്കേണ്ട, ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഗ്രാമ്പു ആയിരിക്കണം കൂടുതൽ വേണ്ടത്, ഫെനിഗ്രീക്ക് അതായത് നമ്മുടെ ഉലുവ കുറവായിരിക്കണം. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, ഫൈനാക്കി പൊടിച്ചിട്ടില്ല. ഇതിനെ നമ്മളൊരു ഹീറ്റ് സേഫ് ആയിട്ടുള്ളൊരു ബോട്ടിലോട്ട് മാറ്റണം, ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റി. ഇത് നമ്മൾ മിക്സ് ചെയ്താണ് ഓയിൽ ഒഴിക്കുന്നത്. ഇത് അവക്കാഡോ ഓയിലാണ്. ഇത് 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമുക്കിത് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, ബട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ നമ്മുടെ മുടിക്ക് സ്യൂട്ടായിരിക്കണം. അപ്പം ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റാണ്. അപ്പം നമുക്ക് ഈ ഒരു മിക്സ്ചർ ഫില്ലാകുന്നിടം വരെ ഒഴിക്കുക. അടുത്തത് കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പം നമ്മൾ അത് കൂടുതൽ യൂസ് ചെയ്യുക. നമ്മുടെ ഈ മിക്സ് മൊത്തം മിക്സ് മുങ്ങുന്നിടം വരെ, സോക്കായിരിക്കുന്നിടം വരെ നമ്മൾ ഒഴിക്കുക. ഇനി കുറച്ച് ഒലീവ് ഓയിലും കൂടെ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു 3 വീക്സ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെച്ച് ഇതിനെ ഇൻഫ്യൂസ് ചെയ്തെടുപ്പിക്കാം, ചൂടൊന്നും ആക്കാതെ. അല്ലെങ്കിൽ നമുക്കിതിനൊരു 1 അവർ ചെറിയ ചൂടിൽ നമുക്കിതിനെ ഒന്ന് ചൂടാക്കി 1 അവർ കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് അരിച്ചെടുത്ത് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് നമുക്ക് ഇത്ര എമൗണ്ട് ഒന്നുമില്ല. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മുങ്ങിക്കിടക്കുന്നിടം വരെ, ഈ ഒരു മിക്സ്ചർ മുങ്ങിക്കിടക്കുന്നിടം വരെ. അത് ഏത് ഓയിൽസ് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജോജോബ ഓയിൽസ് യൂസ് ചെയ്യാം, ഗ്രേപ്പ് സീഡ് ഓയിൽ, ഒലീവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, അതിനെല്ലാം കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറേശ്ശെ യൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇനി ഡബിൾ ബോയിൽ ചെയ്യാൻ പോകുന്നത്. മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇതിനെ അടച്ച് ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിലോട്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ ഒരു 1 അവർ ഡബിൾ ബോയിൽ നിൽക്കണം. 1 അവർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ 1 അവർ നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത ആ ഗ്രാമ്പൂവിനെ നമ്മൾ അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ച്, നല്ല മണമാണ്, ഗ്രാമ്പൂവിൻ്റെ മണം ഉണ്ടല്ലോ. അപ്പം നമ്മളിതിനെ അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇത് കണ്ടോ, റോസ്മേരി ഹൈഡ്രോസോളാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതാണ് നമ്മൾ ഒരു 20 ml എടുക്കുന്നത്. 20 ml എടുത്തിട്ടുണ്ട്. റോസ്മേരിയുടെ ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പം നമ്മൾ കുറച്ച് റോസ്മേരി എടുത്ത് 20 ഗ്രാം എടുത്തിട്ടുണ്ട്, ml എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 92 ml നമുക്ക് വെള്ളം വേണം. ഓക്കെ, ഇനി നമുക്ക് ഈ ബീക്കർ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓയിൽ ഫേസ് ഉണ്ടാക്കണം. നമ്മളിനി നമ്മുടെ ബട്ടേഴ്സ് മെഷർ ചെയ്യാം. നമുക്കതിന് ടയർ ചെയ്യാം ബീക്കർ വെച്ചിട്ട്. ഇനി നമുക്ക് ഷിയ ബട്ടർ എടുക്കാം. ഷിയ ബട്ടർ നമുക്ക് 9.5 ആണ് വേണ്ടത്. അതൊരു ബീക്കറിനകത്തിട്ട് എടുക്കാം. എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷിയ ബട്ടറായി. ഇനി നമുക്കിത് ടയർ ചെയ്ത് എമൽസിഫയർ വേണം. നമുക്ക് ഈ വാക്സ് ആണ് എടുക്കുന്നത്. നമ്മൾ എമൽസിഫയർ എന്ന് വെച്ചാൽ നമ്മുടെ ഓയിലും ബട്ടറും കൂടെ മിക്സ് ചെയ്യാനുള്ളത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമുക്കതൊരു മെഷർ ചെയ്തെടുക്കാം. എമൽസിഫയർ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, ഓയിലിനെയും ബട്ടേഴ്സിനെയും എന്തിനേയും ഒരുമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എമൽസിഫയർ. അപ്പോൾ അത് നമുക്ക് 6 ഗ്രാമാണ് വേണ്ടത്. മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റൈൽ ആൽക്കഹോൾ വേണം. അത് 3 ഗ്രാമാണ്. നല്ല എമൽസിഫയറും നല്ല നല്ലൊരു എമലൻ്റാണ്. നമുക്ക് നമ്മുടെ മുടിക്ക് നല്ലതായിട്ട് ഷൈനിങ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് മസ്റ്റായിട്ട് ആഡ് ചെയ്യണം, ഈ ഇൻഗ്രീഡിയൻസ്.
ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം നമുക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്, നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നമ്മളത് നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഇത് നല്ലൊരു ഹെയർ കണ്ടീഷണറാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് എനിക്ക് വേണ്ടി ട്രൈ ചെയ്ത്, ഞാൻ സെക്കൻഡ് ടൈമാണിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് കരുതി, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നമ്മളിടുന്നതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം, പ്രത്യേകിച്ച് മറക്കല്ലേ. ഇനി നമുക്കൊരു തിക്കനർ വേണം, ഇതിനെ തിക്കൻ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോർഗമാണ്. അപ്പോൾ ഒരു ഗോർഗം നമുക്ക് ഒരു 0.75 ഗ്രാമാണ് വേണ്ടത്. ഞാനത് മെഷർ ചെയ്തെടുക്കാം. 0.75 ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അറിയാലോ, ഈ സാന്തങ്കം പോലെ തന്നെ ഉള്ള ഒരു തിക്കനറാണ് നമുക്ക് ഗോർഗം. അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു 6 ഗ്രാമോ നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ആഡ് ചെയ്യേണ്ടത്. കാരണം ഈ സാന്തങ്കമും അതുപോലെ തന്നെ ഈ ഗോർഗമും എല്ലാം ഗ്ലിസറിലാണ് പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു തിക്കനറാണ്, ഇതിനെ നമ്മൾ ആഡ് ചെയ്യുന്നത് തിക്കൻ ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രോഡക്റ്റിനെ. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്തതിനെ നമ്മൾ ഓൾറെഡി വാട്ടർ എടുത്ത് വെച്ചിട്ടില്ല, ഡിസ്റ്റിൽ വാട്ടറും നമ്മൾ റോസ്മേരി ഹൈഡ്രോസോൾ, നമ്മുടെ മുടിക്കായതുകൊണ്ടാണ് നമ്മൾ റോസ്മേരി ഹൈഡ്രോസോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത, നമ്മുടെ ചാനൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് 1000 സബ്സ്ക്രൈബറിൽ കൂടുതലായിട്ടുണ്ട്. അത് മുന്നോട്ടും ഞാനത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മളിത് സപ്പോർട്ട് ചെയ്യണം. പുതിയ പുതിയ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് നമ്മൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാനും ചെയ്തെടുത്ത് സെയിൽ ചെയ്യാനും ഒക്കെ ഉള്ളവർക്കെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ കോസ്മെറ്റിക് ഫോർമുലേഷൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ, നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓണായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യാനോ എല്ലാം നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, നമ്മളൊന്ന് പഠിച്ചതിന് ശേഷം ചെയ്യുവാണെങ്കിൽ. അപ്പം ഞാൻ ഇതിനെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിലാണ് ചെയ്യേണ്ടത്. അതിന് വെള്ളം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ഈ 2 ബോട്ടിലും 2 ബീക്കേഴ്സും നമ്മൾ വെക്കണം. അപ്പോൾ ഇത് മെൽട്ടാകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊന്ന് മെൽട്ടാകട്ടെ. നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നതിനെയാണ് വാട്ടർ ബാത്ത് എന്ന് പറയുന്നത്. ഈ 2 ബേക്കേഴ്സിനെ നമ്മൾ ഒരുപോലെ ഒരേ ടെമ്പറേച്ചറിലിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാട്ടർ ബാത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തിരുന്ന ക്ലോസ് ഓയിലല്ലേ, ഇൻഫ്യൂസ് ചെയ്ത ക്ലോസും നമ്മുടെ ഗ്രാമ്പും ഉലുവ, അതും കൂടെ നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത് അതും കൂടെ നമ്മൾക്ക് ഈ ഷിയ ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെച്ചതിനകത്തോട്ട് നമ്മൾ 9 ഗ്രാം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ചൂടായിട്ട് നമ്മളിതിനെ ഇനി അടുത്ത പ്രോസസ്സിലൂടെ പോവാം. മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം വാട്ടർ ഒഴിച്ചു, ഹൈഡ്രോസോളും വാട്ടറും ഡിസ്റ്റിൽ വാട്ടർ ഒഴിച്ചു. അതിനകത്തോട്ട് നമ്മുടെ ബട്ടേഴ്സ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു. ഇതെല്ലാം അറിയത്തില്ല, ഹാൻഡ് വിസ്കാണ്. ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഹാൻഡ് മിക്സർ വെച്ചിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തിക്കായി വരുന്നുണ്ടോ? എന്നിട്ട് നമ്മളിങ്ങനെ ഇത് വെച്ച് നമ്മുടെ സ്പാച്ചില വെച്ച് ഇളക്കി കൊടുക്കുക. സൈഡിൽ നിന്നെല്ലാം വലിച്ച് ഇങ്ങനെ നമ്മൾ നീക്കി ഇളക്കി കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ കണ്ടീഷണറിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? നമ്മളിത് ബ്ലെൻഡ് ചെയ്യുന്നതനുസരിച്ച് തിക്കായി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തൊരു എസെൻഷ്യൽ ഓയിൽ ഒഴിക്കണം. നമ്മൾ ഒഴിക്കുന്ന എസെൻഷ്യൽ ഓയിൽ നമ്മുടെ മുടിക്ക് ഏറ്റവും ഗുണമുള്ള രീതിയിലുള്ളതായിരിക്കണം ഒഴിക്കേണ്ടത്. ഓൾറെഡി ഞാൻ റോസ്മേരി ഹൈഡ്രോസോൾ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഒഴിക്കുന്നില്ല. ഉള്ളവർക്ക് ഒഴിക്കാം, എൻ്റെ കയ്യിൽ ഇതില്ല. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ടീ 3 എസെൻഷ്യൽ ഓയിലും പിന്നെ ഇനി നമുക്ക് ജിയോഗ ഡെൻസിറ്റി പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. പ്രിസർവേറ്റീവ് നമ്മൾ 1 ഗ്രാമാണ് ആഡ് ചെയ്യുന്നത്. 1 ഗ്രാം തന്നെ ആഡ് ചെയ്യണേ. 1 ഗ്രാം എടുത്തിട്ടുണ്ട് നമ്മൾ. ഈ 1 ഗ്രാം പ്രിസർവേറ്റീവ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇത് നമ്മുടെ കണ്ടീഷണർ നമുക്ക് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. നമുക്കിതൊന്ന് തൊണ്ണൂറ് ബ്ലെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഒഴിക്കുന്നത് ടീ 3 എസെൻഷ്യൽ ഓയിൽ ഒരു 5 ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട്. ടീ 3 എസെൻഷ്യൽ ഓയിൽ
ഇനി നമ്മൾ ഒഴിക്കുന്ന യാങ്യാനിയുടെ എസെൻഷ്യൽ ഓയിലാണ്. അതും ഒരു 5 ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട്. എസെൻഷ്യൽ ഓയിലിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് വേണമെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഫ്രാഗ്രൻസും കൂടെ യൂസ് ചെയ്യാം. ഞാൻ ഒഴിക്കുന്നത് ലെമൺ ഗ്രാൻസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. ഒരു 2-3 ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തു. ഇനി നന്നായിട്ട് ഇതിനെ ഇതിൽ എടുത്ത് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ബോട്ടിലിലോട്ട് മാറ്റുക. ഇപ്പോൾ എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ മിക്സറിലുള്ള ഹാൻഡ് മിക്സറിലുള്ളതെല്ലാം നമ്മൾ വടിച്ചെടുക്കണം. ഈ ടൈമിൽ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമുക്ക് കളർ വേണമെങ്കിൽ, കളർ വേണ്ടവർക്ക്, അതല്ലാത്തവർക്ക് ഇതിങ്ങനെ ബോട്ടിൽ യൂസ് ചെയ്ത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ്ട, നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് തലയിലും നമ്മൾ നല്ലതായിട്ട് തലയൂട്ടി നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടി നല്ലതായിട്ട് മസാജ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം. ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി കിളിക്കുന്നതും നിങ്ങളുടെ താരൻ എല്ലാം ഡാൻഡ്രഫ് എല്ലാം റിമൂവ് ആകുന്നതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ബോട്ടിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ കണ്ടീഷണർ, അടിപൊളി കണ്ടീഷണർ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു ബോട്ടിലോട്ട് ഇട്ട് വെക്കാനുള്ളതുണ്ട്, ഞാനത് നിറച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.